Hello viewers, Namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ചുള്ള ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് പിക്ക് ചെയ്ത് തന്നോളും അതിൻ്റെ എക്സിറ്റ് ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ കൺഫേം ആയ എൻട്രീസ് മാത്രം നമ്മൾ ട്രേഡിൽ എടുത്തേച്ചാൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവിൽ കാണാൻ താല്പര്യമുണ്ട്, ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോൾ ഓൺ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ആണ്. നമുക്ക് എല്ലാ മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ എക്സാമ്പിൾ ഞാൻ ബാങ്ക് നിഫ്റ്റ് 55,400 കോൾ ഓപ്ഷൻ്റെ തന്നെ ചാർട്ടാണ്. അതായത് നമുക്ക് സോഫ്റ്റിൽ ഓപ്ഷൻ്റെ തന്നെ സെപ്പറേറ്റ് ഓരോ പ്രീമിയം ചാർട്ടിൽ അതിൻ്റെ തന്നെ നമുക്ക് ചാർട്ട് കിട്ടും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സോഫ്റ്റ് കാണിച്ചു തരും, എൻട്രി എക്സിറ്റ് കാണിച്ചു തരും. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 666 ഗ്രീൻ കളറിൽ അപ്പാരോ നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും കേട്ടോ, അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത് 527.70 അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മളെന്ത് ചെക്ക് ചെയ്യണം, അത് കൺഫേം ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബൈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്തോട്ട് നിങ്ങൾ നോക്കിയാൽ പ്രൈസ് എന്തായിരിക്കണം, ബൈസോൺ തന്നെ. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എഴുതി വന്നോളും. പ്രൈസ് ബൈസോൺ ആയിരിക്കണം. അതുപോലെ ഈ ആരോടെ താഴത്തെ ഈ ബാറുകളിലെ ഇത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ് കേട്ടോ. നമുക്ക് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരുവേ. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ തൊട്ട് താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇപ്പം നമുക്ക് ആ ക്യാൻഡിൽ ഗ്രീൻ കിട്ടിയില്ലെങ്കിൽ 1-2 ക്യാൻഡിൽ ശേഷം ഗ്രീൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കി ബൈസിക്കിൾ വന്നിരിക്കുന്ന തന്നെ റെസിസ്റ്റൻറ്റ് എടുത്തിട്ടാണ്. ഈ റെഡ് സ്റ്റാറുകളാണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അപ്പോൾ റെസിസ്റ്റൻറ്റ് എടുക്കാന്ന് വെച്ചാൽ 90% മാർക്കറ്റ് അവിടെ നിന്ന് മേലോട്ട് കയറും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ട്രേഡ് കിട്ടുവാണെങ്കിൽ, റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്തുള്ള ട്രേഡുകൾ കിട്ടുവാണെങ്കിൽ താഴത്തെ ബാർ നോക്കണമെന്നില്ല. പ്രൈസ് ബൈസോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. അപ്പോൾ 527 സോഫ്റ്റ് കാണിച്ചെന്ന ടാർഗറ്റ് നോക്കൂ. 584, 575, 590 ഇങ്ങനെ 3 എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചു. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ നമ്മളിവിടുന്ന് എക്സിറ്റ് ആയെന്ന് വിചാരിക്കുക. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ഇറങ്ങി പിന്നീട് മാർക്കറ്റ് അതേ ട്രെൻഡിൽ കയറാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം സിഗ്നൽ റീ എൻട്രി എടുക്കാം. കണ്ടോ, റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് നമുക്ക് ആ പൊസിഷനിൽ റീ എൻട്രി മാർക്കറ്റ് റേറ്റിനനുസരിച്ചുള്ള അത് ബ്രേക്ക് ഔട്ട് എടുക്കുമ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാം. സിമ്പിൾ ടു യൂസ്, വളരെ നിങ്ങളിപ്പോൾ ഫ്രഷർ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു, അതായത് നമ്മുടെ ക്യാപിറ്റൽ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ട്രേഡിങ്ങിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.